ഒരാള് പറയുന്നതിന്റെ പൂർണ്ണ രൂപം. ഞങ്ങൾ ഷെയ്ഖുനായാലും എന്ത് കുനായാലും ശരി, ഒരു കുഴപ്പമില്ല. സെക്കരിയ അല്ല സെക്കരിയുടെ ഉപ്പാപ്പ പറഞ്ഞാലും ശരി, ദീനിലില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ വിശ്വാസം അത് ശിർക്കാണെന്ന് തന്നെയാണെന്ന് ഇന്നലെ പച്ചയായിട്ട് അനീപ് മൈക്കെടുത്ത് പറഞ്ഞ്. അത് ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണ്, അതിന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് മലയാള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്നിട്ട് ഫിത്ന വരുത്താൻ പോവാണ്. അന്നേരം ഇഫരീത്താണ് നീ, ഇഫരീത്ത്. അതിനേക്കാൾ വലിയ പിശാച് ഉണ്ടോന്ന് എനിക്കറിയില്ല. 1 നമ്പർ പിശാചാണ്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ്, മനസ്സിലായ? ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറഞ്ഞ്. പക്ഷെ നിന്റെ കണ്ണും കാതും കൽബും എല്ലാം അടഞ്ഞിരിക്കുകയാണ്. നിന്റെ മനസ്സ് മുഴുവനും സെക്കരിയ വിരോധമാണ്, അതെല്ലാം ആദർശ വിരോധമാണ്. നിന്റെ മനസ്സ് മുഴുവനും അന്തർമാനോടുള്ള അടങ്ങാത്ത അഭിനിവേശം. അന്തർമാൻ തന്ന നക്കാപ്പിച്ച തിന്നു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫിത്ന വരുത്താൻ വേണ്ടി വരുന്നത്. ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല. ഞങ്ങളുടെ വിശ്വാസം ശിർക്കാണ്, അത് ശിർക്കാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ മലയാള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ നീ പേശുന്ന എന്തിന്റെ ഉദ്ദേശമാണ്? നിന്റെ ഉദ്ദേശം എന്താ? ആരെങ്കിലും ഒരാളെങ്കിലും ഫിത്നയിൽപ്പെടുത്തി നിന്റെയൊക്കെ കോക്കസിന്റെ വലയിൽ വീഴ്ത്താമെന്നാണെങ്കിൽ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായ? ദേ നോക്ക്, എന്നെ വിളിക്കുന്ന ആരാണ്? അബ്ദുറഹ്മാൻ സലഫി എന്നെ വിളിക്കുന്ന, അനീഫ് കായക്കൊടി എന്നെ വിളിക്കുന്ന എന്നൊക്കെ എന്നെ കാണിച്ചിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങളുടെ റൂമിലുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന മോനും പോയി ചോദിച്ചു നോക്കാം അയാളോട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വലിയ തലവട്ടപ്പന്മാര് വിളിക്കുന്നെന്നും പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവരല്ല, ദുരഭിമാനം കൊള്ളുന്നവരല്ല ഞങ്ങൾ അതിലും വലിയവർ വിളിച്ചാലും ശരി, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ദുരഭിമാനം ഇല്ല. അങ്ങനെ ദുരഭിമാനം ഉള്ളവർ പോയാൽ മതി അങ്ങോട്ട്. ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല. ഇബ്ലീസെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നാരിയ സ്വലാത്തിൽ ശിർക്കുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ പിന്നെ ഇനി മലയാള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഷെയ്ഖുനായെ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറയണ്ട. ഒരു ഷെയ്ഖുനായെ സപ്പോർട്ട് ചെയ്യുകയില്ല. പുന്നോട് അസീസിനെയും സൈനബായെയും പുറന്തള്ളിയിട്ടാണ് ഈ തൗഹീദിലേക്ക് വന്നത്, സ്വന്തം വാപ്പായ ഉമ്മായെ. പിന്നെ സക്കരിയ, പാടുകുറാബി,